ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഹോം സ്റ്റേ ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് അൽമാട്ടിയിലോട്ട് പോവുകയാണ്. അൽമാട്ടിയിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ കോൾസായ് ലേക്കും പിന്നെ കാനിയൻസും കാണുന്നുണ്ട്. ബ്ലാക്ക് കാനിയനും മൂൺ കാനിയനും കാണാനാണ് പ്ലാൻ. അപ്പോൾ ടെക്കീസ് ഓൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുതിരയ്ക്ക് നടക്കാൻ അറിയാം, കുതിരയുടെ മുകളിൽ നമുക്ക് ഇരിക്കാൻ അറിയില്ലല്ലോ. ഐസ് ഹോക്കി ആയിരിക്കും. ഇത് സ്കൂളാന്ന് തോന്നുന്നു, കുറെ പിള്ളേർ പോകുന്നുണ്ട്. നമ്മളിപ്പോ ആദ്യം പോയി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോയി കോൾസായിലേക്ക് മുകളിൽ നിന്ന് കാണാന്നാണ് പറയുന്നത്. എന്താ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല? ഉള്ളിൽ മറ്റേ നടന്നിറങ്ങുന്ന വഴി കുറച്ച് മോശമാണ്. മൊത്തം സ്നോ ആണ്, ഫ്രോസൺ ആണ്. പോയിട്ട് കാര്യമില്ല. ഇവരും മുകളിൽ നിന്നാണ് കണ്ടത്. അവിടെ ഇറങ്ങുന്ന വഴി കുറച്ച് മോശമായിരിക്കും. മഞ്ഞ് വീണിട്ടെ. ആദ്യം ഞങ്ങളുടെ പ്ലാന് സെൽഫ് ഡ്രിവൻ കാർ എടുത്ത് തനിയെ ഡ്രൈവ് ചെയ്ത് പോകാം എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നെ കുറേ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ ഇങ്ങനത്തെ മഞ്ഞ് നിറഞ്ഞ റോഡായതുകൊണ്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റോഡിൽ ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ഒരു പാക്കേജ് എടുത്തു. ഇവിടെയാണ് നമുക്ക്, ഇതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ. ചെക്ക് പോസ്റ്റ് ഇവിടെ നമുക്ക് ആ മറ്റേ സാധനം കാണിച്ചത് നമ്മൾ ഉള്ളിലോട്ട് കിടത്തണം. ഒരു കയറും ഉണ്ടാവും വലിച്ചു പൊക്കാൻ. അങ്ങനെ ഞങ്ങൾ കോൾസായ് ലേക്കിലെത്തി. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലേക്ക് ഫ്രോസൺ ആണ്. പിന്നെ ഈ ലേക്കിലോട്ട് നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞത് ഒരു ചെറിയ സ്ലോപ്പ് പോലത്തെ വഴിയാണ്. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ ഇച്ചിരി റിസ്ക്കാണ്. കാരണം സ്ലിപ്പൊക്കെ ആയാൽ നമ്മൾ തെന്നി വീഴാൻ നല്ല ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അധികം നടക്കാൻ പോയില്ല. ഞങ്ങൾ ആ മേലെ തന്നെ നിന്ന് ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ലേക്കൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമായിരുന്നു ചെയ്തത്. ഇന്നലെ രാത്രി വന്ന റൂട്ടല്ലേ. ഓ, ജാഗ്വാറൊക്കെ നിന്നത്. കോൾസായിലേക്ക് കണ്ടിട്ട് തിരിച്ച് അൽമാട്ടിയിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളിന്ന് ബ്ലാക്ക് കാനിയനും കൂടി കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കാനിയൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഓരോരുത്തർ
ഇന്ത്യയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യ, ന്യൂഡൽഹി, എവിടെ നിന്നാണ് വന്നേക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഒരു കേരളയും കൂടെ എഴുതായിരുന്നു. പേനയില്ല അല്ലെങ്കിൽ അതെ. ഒട്ടും തിരക്കില്ല. തിരക്കെന്ന് വെച്ചാൽ ആളുമില്ല, ആരുമില്ല. ഇനി ഓഫ് സീസൺ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഫുള്ള് മഞ്ഞുമല. വാ, ഓരോ ഇതിൽ വ്യൂ പോയിൻ്റായിട്ട് അവരിങ്ങനെ ചെറിയ ഒരു ഫെൻസ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്നിട്ട് ബ്ലാക്ക് കാനിയൻ കാണാനും പറ്റും, ഫോട്ടോസും ഒക്കെ എടുക്കാം. ഇവിടെ ഇപ്പോൾ അധികം എന്ന് വെച്ചാൽ മഞ്ഞുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അമ്പോ, വാവ്, താഴെ പുഴയുണ്ട്, റിവറുണ്ട്. അമ്പോ, അടിപൊളി, റിവറുണ്ട്. അടിപൊളി. അമ്പോ, ഒരു രക്ഷയില്ല. ഞാൻ റിവർ ഉണ്ടെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. എൻ്റെ അമ്മേ, പോയാൽ തീർന്ന്. റിവറും കൂടി ഒഴുകുന്നുണ്ട്. നല്ല പച്ച കളറിൽ റിവർ വെള്ളം അല്ലേ? പച്ച കളറല്ലേ? വാ, ഒരു രക്ഷയില്ല. വാ, വീഡിയോ എടുത്ത് ഓൺ ചെയ്ത് തരണം. സൈഡ് നോക്ക്, കഴുതയും ഹോഴ്സും. ഫ്രണ്ടിൽ പോയതെല്ലാം കഴുത. നീ എന്താ പറഞ്ഞ? ഇതൊക്കെ മറ്റേ വൈൽഡ് ഹോഴ്സ് എന്നല്ലേ? അങ്ങനെ ഓൾമോസ്റ്റ് ഈവനിങ് സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അൽമാട്ടി സിറ്റിയിലെത്തി. സിറ്റിയിൽ ഓൾറെഡി ഞങ്ങൾ ഒരു എയർബിഎൻബി അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലാറ്റ്. നല്ലൊരു അടിപൊളി ലക്ഷറി ഫ്ലാറ്റായിരുന്നു. ഞങ്ങൾ അത്രയും ദിവസം അൽമാട്ടിയിൽ നിന്നിട്ട് അടിപൊളിയായി ഒരു ഫ്ലാറ്റ് കിട്ടിയത് ഈ ഒരു ലക്ഷറി ഫ്ലാറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റൂം ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റാണ് ബുക്ക് ചെയ്തത്. ഇത് അതിലൊരു 1 ബെഡ്റൂമാണ്. ഇവിടെ നിന്ന് നമ്മൾ ബാൽക്കണി ഇല്ല, ഒരു ഒറ്റ ബാൽക്കണി, കോമൺ ഏരിയയിൽ ഒറ്റ ബാൽക്കണിയാണുള്ളത്. റൂമിൻ്റെ വിൻഡോയിൽ കൂടി നമുക്ക് അൽമാട്ടി സിറ്റിയുടെ നല്ലൊരു അടിപൊളി നൈറ്റ് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ കിച്ചണും അവൈലബിൾ ആയിരുന്നു, നമുക്ക് ആവശ്യമുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യാം. പക്ഷേ കുക്കിങ്ങിനുള്ള വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പാത്രം, അങ്ങനത്തെ ഐറ്റംസ്, ഗ്യാസ് സ്റ്റൗവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടുത്തെ വിൻഡോയിൽ നിന്നും നമുക്ക് സെയിം വ്യൂ തന്നെയാണ്, സിറ്റി വ്യൂ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിലൊരു എക്സ്ട്രാ സോഫ ഉണ്ടായിരുന്നു. ഇതാണ് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി സിറ്റി വ്യൂ ആണ്. നൈറ്റും മോർണിംഗും ഒക്കെ കാണാൻ അടിപൊളിയാണ്. ഇതൊരു മെഗാ പാർക്ക് ടവർ എന്ന് പറഞ്ഞിട്ടൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ബിഗ് അൽമാട്ടിയിലേക്കും ഷിംബുലാക്കും പോകുന്ന വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.